ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇന്റേണൽ എക്സാം ഉണ്ടല്ലോ, ആ ഇന്റേണൽ എക്സാമിലേക്ക് പോയി ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം സ്റ്റുഡൻസ് അതിൽ കയറി റെസ്പോണ്ട് ചെയ്യുക, അതായത് ക്വിസ് അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം അത് ഗ്രേഡ് ചെയ്യുക. അതാണ് ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അടുത്തതില്. അപ്പോ ആദ്യം ചെയ്യേണ്ടത് നമ്മള് ടോപ്പിക് 1-ലെ ഇന്റേണൽ എക്സാം 1 എന്ന് പറഞ്ഞാണ് ഞാൻ ആ ക്വിസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ എന്നിട്ട് നമുക്ക് ഇനിയിപ്പോ ഇത് ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിരുന്നത് കൊണ്ടാണ് ഇവിടെ പ്രിവ്യൂ ക്വിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗിയർ മെനുവിൽ പോവുക. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ക്വിസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ശരിക്കും ഞാൻ ഒരു ചോദ്യം മാത്രമേ അപ്പോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ആഡ്, എന്നിട്ട് ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്. നമ്മൾ ഓൾറെഡി കുറെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അങ്ങ് സെലക്ട് ചെയ്തെടുത്തു. അതിനുമ്പ് മുകളിൽ വന്നിട്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 4 വർക്ക്ഷോപ്പ് എന്നിട്ട് കഴിഞ്ഞാൽ നമുക്കത് വരും. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും വരും അതിലുള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള. അപ്പൊ എനിക്ക് കുറെ ചോദ്യങ്ങൾ എടുക്കാൻ പറ്റും അതിൽ നിന്ന്. സേ ഇത് then capital of India, electrostatic force, etc. ഒരു 2 ചോദ്യം അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ഇക്വേഷൻസ്. അപ്പൊ അതെല്ലാം ഇക്വേഷൻസിലേക്ക് വരും. നമുക്ക് ഇപ്പൊ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ റീപാജിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നേരത്തെ ആണെങ്കിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പെർ പേജ് ആണ് സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ വേണമെങ്കിൽ നമുക്കത് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആക്കാം. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പേജിൽ വരും. അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് പെർ പേജ് എന്ന് തന്നെ വേണമെങ്കിൽ വയ്ക്കാം. ഓക്കെ ആണ്. എന്നിട്ട് ഈ സിമ്പലുള്ള ഇതുണ്ടല്ലോ, ഇത് ഉപയോഗിച്ച്, ഈ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോ സപ്പോസ് ഈ 4 മാർക്കുള്ളത് ഏറ്റവും അവസാനവും 1 മാർക്കുള്ള എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ എടുത്ത് മുകളിലോട്ട് കൊണ്ടുവയ്ക്കാം. 1 മാർക്കുള്ളതാണ്, ഇതിനെയും മുകളിൽ എന്ന് വെച്ചാൽ ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ, അതുകൊണ്ടാണ്. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പേരൊക്കെ കൊടുക്കാം. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പെൻസിൽ കണ്ടോ, ആ പെൻസിൽ ഷേപ്പുള്ളതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സാധനമാണ്. അവിടെ ചെയ്താൽ ആ സെക്ഷൻ ഒരു ഹെഡിങ് കൊടുക്കാം. അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്നോ അങ്ങനെ കൊടുക്കാം. എൻ്റർ ചെയ്തു. ഇനി അടുത്തതായി ഇവിടെ വരിക. ഇവിടെ ഞാൻ പുതിയൊരു സെക്ഷന് വേണ്ടിയിട്ടാണ് പേജ് 2 ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് ഒരു ന്യൂ സെക്ഷൻ ഹെഡിങ് കൊടുക്കുക നമുക്ക്. അപ്പൊ ഇവിടെ അഗൈൻ നേരത്തെ കണ്ടതുപോലെ ഒരു പെൻസിലായിട്ട് ഇവിടെ വരും. ആ പെൻസിലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാൻ കാണാം 4 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്വിസിന്റെ മാക്സിമം ഗ്രേഡ് ഇവിടെ ഞാൻ 16 ഞാൻ നേരത്തെ എഴുതി വെച്ചിരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 10 മാർക്ക് എന്നാക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ടോട്ടൽ മാർക്സ് നോക്കുമ്പോഴത്തേക്ക് 7 എന്നേ കാണുന്നുള്ളൂ. കാരണം എന്താണ്, ഇവിടെ ഉള്ള ക്വസ്റ്റ്യനുകളുടെ മാർക്ക് എല്ലാം കൂടെ ആഡ് ചെയ്താണ് ഈ ടോട്ടൽ മാർക്ക് കാണുന്നത്. അപ്പൊ ഇതിന്റെ മാർക്ക് ഇഫക്റ്റീവ്ലി 7-നെ 10-ലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാം. അതാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ആവശ്യമുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. ഇതുപോലെ സെക്ഷൻ ഹെഡേഴ്സ് ഒക്കെ കൊടുത്ത് അതിനെ സെക്ഷൻ വൈസ് ആക്കി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യണം, തിരിച്ച് ഈ ഇന്റേണൽ എക്സാമിലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വിസിലേക്ക് പോകും. അവിടെ നമുക്കിവിടെ പ്രിവ്യൂ ക്വിസ് നൗ, എന്നിട്ട് അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് മോർണിംഗ് ഒക്കെ തരികയാണ്, 1 മണിക്കൂറേ ഉള്ളൂ എന്നുള്ള നേരത്തെ നമ്മൾ കൊടുത്ത കാര്യമൊക്കെ. ഓക്കെ, അപ്പോ ആദ്യത്തെ 3 എണ്ണത്തിനെയും കൂടെ നമ്മൾ പിടിച്ച് ഒരു പേജിലാണ് കൊണ്ടിട്ടിരുന്നത്. പേജ് അലൈൻമെന്റ് ആദ്യം 3 എണ്ണം ആക്കി 2 പെർ പേജ് ആണ് വെച്ചിരുന്നതെങ്കിലും പിന്നീട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് 3 എണ്ണം ആക്കി വെച്ചു. അതുകൊണ്ടാണ് അതിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ വലതുവശത്ത് ക്വിസിലെ ക്വസ്റ്റ്യൻസ് നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മെനുവും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സെഷൻ, അതിൽ 1, 2, 3
എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൃത്യം ആ മൂന്നാമത്തെ ക്വസ്റ്റിനിൽ തന്നെ പോയി നിൽക്കും. തിരിച്ചിവിടെ വരാം. 4 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് നാവിഗേറ്റ് ചെയ്ത് പോവാം. ഇതല്ലെങ്കിൽ എങ്ങനെയാ വരിക? സ്റ്റുഡന്റിന് ഈ നാവിഗേഷൻ മെനു ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജ് എന്ന് ഇവിടെ അടിക്കുമ്പോൾ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. ഇത്രയുമാണ്. അപ്പൊ ഈ എന്നിട്ട് ഫിനിഷ് അറ്റംപ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയായിരിക്കും ഒരു സ്റ്റുഡന്റ് കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്റേണൽ എക്സാം 1 ആണല്ലോ സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റേണൽ എക്സാം 1 ക്ലിക്ക് ചെയ്യുക. അപ്പം അറ്റംപ്റ്റ് ക്വിസ് നൗ അത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ വാർണിംഗ് ഒക്കെ വന്നു. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ്? സോ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ക്യാപിറ്റൽ രണ്ട് ചോദ്യം ഞാൻ 2 തവണ ഉണ്ടാക്കിയപ്പോൾ അത് രണ്ടും ഇങ്ങി പോകുന്നു. ഓക്കെ, സോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. ഇതില് സെലക്ട് 1 or more. ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്ഷൻസ് ഒന്നിലധികം ശരി ഓപ്ഷൻസ് ഉള്ളതുണ്ടാവാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതില് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ എനിക്ക് 2 എണ്ണം ഞാൻ സെലക്ട് ചെയ്യാം. ഇതിലെനിക്ക് എങ്ങനെ പറ്റും? ഇവിടെ പക്ഷെ പറ്റില്ല. അതേ നോക്കിക്കേ, ഇവിടെ ഞാൻ ചെന്നൈ സെലക്ട് ചെയ്താൽ മറ്റത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ പറയുന്നതാണ് എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാകുന്നത്. ഇവിടെ 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇനി അടുത്ത നെക്സ്റ്റ് പേജിൽ പോവുക. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇത് മധ്യപ്രദേശ്, ചെന്നൈ, ബാംഗ്ലൂർ. ഫിനിഷ് അറ്റംപ്റ്റ്. അപ്പൊ കുട്ടിക്ക് കിട്ടുന്ന കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, അതിന്റെ ഒരു സമ്മറി റിപ്പോർട്ട് കൊടുക്കുകയാണ്. എത്ര ക്വസ്റ്റ്യൻസ് സേവ് ചെയ്തിട്ടുണ്ട്, എത്ര ആൻസർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞാല് വേണമെങ്കിൽ അറ്റംപ്റ്റിലേക്ക് തിരികെ പോവാം. തിരികെ പോയതിനു ശേഷം ഇത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. അപ്പോ ആ കുട്ടിക്ക് റിപ്പോർട്ട് കിട്ടുകയാണ്. ശരിക്കും പറയാൻ ഞാൻ അവിടെ സെറ്റിംഗ്സിൽ ചെയ്തത് ഡിഫേർഡ് ഫീഡ്ബാക്ക് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ക്വിസ് അറ്റംപ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിക്ക് കാണാം എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം? ക്വിസ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫീഡ്ബാക്ക് ആക്സസ് ചെയ്യാൻ അനുവദിക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളൊക്കെ വെളിയിൽ പോവുകയും അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. ഇനി ഇതിൽ 1-2 പാർട്ടുകളുണ്ട്. ഒന്നാമത് ഈ ക്വിസ് നാവിഗേഷന്റെ ഒരു പാർട്ടില് ഇപ്പൊ കുറച്ച് മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എന്താണ്? ഓരോ ചോദ്യത്തിന്റെയും താഴെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇനി മാർക്സ് എത്രയാണ് വന്നിട്ടുള്ള? മാക്സിമം മാർക്സ് 7 ആണ്, 7 out of 7. ഇനി നോക്കൂ, ഗ്രേഡ് എത്രയാണ് വന്നിരിക്കുന്നത്? 16 out of 16. അതെങ്ങനെ വന്നു? കാരണം ഞാൻ അവിടെ മാക്സിമം ഗ്രേഡ് അച്ചീവബിൾ 16 എന്ന് നേരത്തെ എഴുതി വെച്ചിരുന്നു. ഞാൻ ആണെങ്കിൽ ഒരു 10 ഒക്കെയാണ് വെച്ചിരുന്നതെങ്കിൽ എന്ത് പറ്റിയെന്നെ? അത് 10 തന്നെ ആയിട്ട് വന്നേനെ. ഓക്കെ, ഇതിൽ സെറ്റ് ചെയ്തിരുന്നത് 16 ആയതുകൊണ്ടാണ് ഇങ്ങനെ 16 വന്നത്. അപ്പൊ ഈ 100% ഉണ്ടെങ്കിൽ 16ന്റെ 100% മാർക്കും അവിടെ ഗ്രേഡ് ആയിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 10 ആക്കി വെച്ചാൽ മതി. അപ്പൊ 10-നുള്ള മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഓരോ ചോദ്യത്തിന്റെയും കറക്റ്റ് ആൻസർ. ആ കറക്റ്റ് ആൻസറിന് നമ്മൾ വല്ല ഫീഡ്ബാക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എല്ലാം. ഓക്കെ, അപ്പോ എന്നിട്ട് കുട്ടിക്ക് റിവ്യൂ ഫിനിഷ് ചെയ്യാം. അപ്പൊ ഇതാണ് പിന്നെ എന്താണ് കുട്ടിയുടെ ഒരു സബ്മിഷൻ എന്ന് പറയുന്നത്, കുട്ടിയുടെ ക്വിസ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ യുവർ ഫൈനൽ ഗ്രേഡ് ഫോർ ദിസ് ക്വിസ് ഈസ് 16 out of 16. അത്രയും കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ടേൺ എഡിറ്റിംഗ് ഓഫ് കൊടുക്കുക. നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഇതിനെ ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഗ്രേഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇന്റേണൽ എക്സാമില് തിരിച്ചാതെ ആ ക്വിസ് ഉണ്ടല്ലോ, ആ ക്വിസിൽ തന്നെ വന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗ്രേഡിങ് നടന്നു കഴിഞ്ഞു. അപ്പോ അതുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിൽ പോയിട്ട് ഗ്രേഡ്സ് നോക്കിയാൽ മതി. ഗ്രേഡ്സ് നോക്കുമ്പോൾ ഇവിടെ സ്റ്റുഡന്റ് 1-ന് നമ്മുടെ ഇന്റേണൽ എക്സാം 1-ന് കിട്ടിയ മാർക്ക് ഇതാ ഇവിടെ കാണാം, 16 എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോ
ഇതിലൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ഫസ്റ്റ് അസൈൻമെന്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. അസൈൻമെന്റ് എനിക്ക് കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ ഈ അസൈൻമെന്റ് ഒക്കെ ചെയ്ത് അതിന്റെ മാർക്കാണ് ഇവിടെ വന്നത്. ഇവിടെ ഞാൻ ഒരാളിന് മാത്രമേ ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ, ഒരാൾ മാത്രമേ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് കിട്ടിയ മാർക്ക് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് അയാളുടെ കോഴ്സ് ടോട്ടൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇത് രണ്ടും കൂടി ചേർന്നതാണ്. അസൈൻമെന്റിന്റെയും ഈ ഇന്റേണൽ എക്സാമിന്റെയും കൂടെ കൂടി ചേർന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഒരു അസൈൻമെന്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിടപ്പുണ്ട്. അത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ഗ്രേഡ് കാറ്റഗറി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു അസൈൻമെന്റിന് വേണ്ടി. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാൻ നമ്മൾ ഇന്ന് പഠിക്കും. അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയാണ് ഒന്നിലധികം അസൈൻമെന്റുകൾ എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് 5 മാർക്കിന്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് തരുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്വിസ് ഉണ്ടാക്കി, ഇത് പ്രിവ്യൂ ചെയ്തു, സ്റ്റുഡന്റ് കയറി ക്വിസ് അറ്റംപ്റ്റ് ചെയ്തു, അതിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗ്രേഡിങ് നടന്നു. അതിനുശേഷം എന്ത് പറ്റി? നമുക്ക് ഈ നമ്മൾ തിരിച്ചു വന്ന് ടീച്ചറിന്റെ വ്യൂവില് ഗ്രേഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേഡ് ബുക്ക് കാണാൻ പറ്റും. ആ ഗ്രേഡ് ബുക്കിൽ നമ്മൾ എടുക്കുന്നത് വ്യൂ എന്ന് പറയുന്ന ടാബില് ഉള്ള ഓപ്ഷൻ ഗ്രേഡ് റിപ്പോർട്ട്, അതാണ് ഈ കാണുന്നത്. ഇനി കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഈ കിട്ടിയ മാർക്കിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. അതിനെവിടെയാ പോകേണ്ടത്? സിംഗിൾ വ്യൂവിൽ പോവുക. സിംഗിൾ വ്യൂവിൽ പോയിട്ട് നമ്മുടെ ഏതാണ് നമ്മുടെ ഐറ്റം എന്ന് നോക്കുക. ഇപ്പൊ ക്വിസ് ആണല്ലോ, ആ ക്വിസില് ഇന്റേണൽ എക്സാം 1 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഐറ്റം. അതില് ആദ്യത്തെ ആളിന് കിട്ടിയ മാർക്ക് നമുക്ക് മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അയാളുടെ സ്റ്റുഡന്റ് 1ന്റെ മാർക്ക് ഇന്റേണൽ എക്സാമിൽ എല്ലാവർക്കും കിട്ടിയ മാർക്ക് വരും. മറ്റുള്ളവരാരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സ്റ്റുഡന്റ് 1ന് 16 മാർക്കാണ് കിട്ടിയത്. അത് നമുക്ക് മാനുവലി ഓവർ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഓവർ റൈഡിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ഇയാൾക്ക് ഇത്രയും കൊടുക്കണ്ട, ഒരു 12 മാർക്ക് കൊടുത്താൽ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ അതിനെ ഓവർ റൈഡ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്താൽ മതി. ഓക്കെ, തൽക്കാലം നമുക്ക് ഓവർ റൈഡ് ചെയ്യണ്ട. ഓവർ റൈഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക് ഗ്രേഡിംഗ് ആണ് നടക്കുന്നതെങ്കിലും ഫൈനൽ മാർക്ക് എന്ന് പറയാൻ നമ്മൾ ഇവിടെ കൊടുക്കുന്ന മാർക്ക് മാത്രമായിരിക്കും. ഓക്കെ, എന്നിട്ട് ഓവർ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവിനെ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോസ് ഇതിനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 15 മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മാർക്ക് 15 ആവും. കണ്ടോ, ഇനി ഇവിടെ 15 ആയി. ഓവർ റൈഡ് ചെയ്ത മാർക്കായിരിക്കും അയാളുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്റേണൽ എക്സാമിനെ സംബന്ധിച്ചത്, അതിന്റെ അപ്പോ ക്വിസിനെ സംബന്ധിച്ചത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിത് പോസ് ചെയ്തിട്ട് എല്ലാവരും അവരുടേതായ ക്വിസ് ക്രിയേറ്റ് ചെയ്ത്